إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി അധ്വാനിക്കണം, പരിശ്രമിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസി സഹോദരങ്ങളെ, മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യത്തെ തകർത്ത് കളയുന്നതും അവൻ്റെ നല്ലതായ തീരുമാനങ്ങളെ മാറ്റിമറിക്കുന്നതും മനുഷ്യൻ്റെ വ്യത്യസ്തങ്ങളായ കഴിവുകളെ കുഴിച്ചു മൂടുന്നതും ഇഹത്തിലും പരത്തിലുമുള്ള വലിയ വിജയത്തിന് തടസ്സമായി നിൽക്കുന്നതുമായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് മടി അഥവാ അലസത. അലസതയും മടിയും ഒരാൾക്കുണ്ടായാൽ അയാളെ മാത്രമല്ല നശിപ്പിക്കുന്നത്, ചുറ്റിലുമുള്ളവരെ കൂടി അയാൾ ഉപദ്രവിക്കുന്നു. എത്രയെത്ര ആളുകളുടെ മടി കൊണ്ടാണ് മറ്റുള്ളവർക്ക് നീതി നിഷേധിക്കപ്പെട്ടത്, മറ്റുള്ളവരുടെ അവകാശങ്ങൾ തടയപ്പെട്ടത്, മറ്റുള്ളവർക്ക് ലഭിക്കേണ്ടത് നഷ്ടപ്പെട്ടു പോയത്. വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും നാട്ടിലും ഉണ്ടാവേണ്ടുന്ന എത്രയെത്ര പുരോഗതികളാണ് മടി കാരണം ഇല്ലാതെയായിപ്പോയത്. അലസത മനുഷ്യൻ്റെ വളരെ വലിയ ശത്രുവാണ്. അത് മാരകമായ ഒരു രോഗമാണ്. മനുഷ്യനെ പരാജയപ്പെടുത്താനുള്ള പിശാചിൻ്റെ ഏറ്റവും വലിയ കെണിയാണ് മടി എന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ രാവിലകളിലും വൈകുന്നേരങ്ങളിലും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ, ദുർബലതയിൽ നിന്നും അലസതയിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കാവൽ തേടേണ്ടുന്ന, രക്ഷ തേടേണ്ടുന്ന അങ്ങേയറ്റം മോശമായ ദുസ്വഭാവമാണ് മടിയനായിരിക്കുക എന്നുള്ളത്. റബ്ബി ഇന്നി അഊദു ബിക മിനൽ കസൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ദുആ ആണ്, എൻ്റെ റബ്ബേ, എൻ്റെ രക്ഷിതാവേ, ഞാൻ അലസതയിൽ നിന്ന് നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അപ്പോൾ അഭയം തേടാൻ മാത്രം ഗൗരവമുള്ള, മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന ദുസ്വഭാവമാണ് അലസതയും മടിയുമെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അതിനെ മറികടക്കാൻ എന്തു വേണം? പ്രവർത്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഇഅ്മലൂ വലാ തത്തകിലൂ. പ്രവർത്തിക്കൂ, ആരെയും അവലംബിച്ച് ആശ്രയിച്ച് അങ്ങനെ നിൽക്കാതെ, എല്ലാം റഹ്മാനായ റബ്ബങ്ങ് നൽകിക്കൊള്ളും എന്ന് കരുതാതെ പ്രവർത്തിക്കൂ. പ്രവർത്തനത്തിലാണ്, അധ്വാനിക്കുന്നതിലാണ്, അവരുടെ കൂടെയാണ് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകുന്നത്. സ്വർഗലോകം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് സ്വർഗം. പ്രവർത്തിക്കുന്നവർക്കുള്ള ലോകമാണ് സ്വർഗം. മനുഷ്യൻ നഷ്ടത്തിലാണെന്ന് പറയുന്നിടത്ത് വലാസുർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. കാലം തന്നെയാണ് സത്യം. മനുഷ്യൻ്റെ ആയുസ്, മനുഷ്യൻ്റെ സമയം തന്നെയാണ് സത്യം. അതിനെ നഷ്ടപ്പെടുത്തുന്ന ആളുകൾ, മനുഷ്യർ നഷ്ടത്തിലായിരിക്കുന്നു. എന്നാൽ തൻ്റെ സമയത്തെ ആയുസ്സിനെ
വിശ്വസിക്കുവാൻ വേണ്ടി അത് ഹൃദയം കൊണ്ടുള്ള പ്രവർത്തനമാണ്. അമലുസ്സാലിഹാത്ത് അത് ശരീരം കൊണ്ടുള്ള പ്രവർത്തനമാണ്. വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ടും സത്യം കൊണ്ടുമുള്ള ഉപദേശം അത് നാവ് കൊണ്ടുള്ള പ്രവർത്തനമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ ഒന്നും പ്രവർത്തിക്കാതിരിക്കരുത്. അങ്ങനെ ഇരുന്നാൽ മനുഷ്യൻ നഷ്ടത്തിലായി പോകും. ഹൃദയം കൊണ്ട് പ്രവർത്തിക്കണം. അത് സത്യവിശ്വാസവും അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റു ഹൃദയം കൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുമാണ്. അതേപോലെ തന്നെ ഇബാദാത്തുകൾ, ദുനിയാവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ മഈശത്തുമായി ബന്ധപ്പെട്ട ജോലി, അങ്ങനെ തുടങ്ങി ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നായിക്കൊണ്ട് മനുഷ്യൻ പ്രവർത്തന നിരതനായിരിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്, പല ആളുകളും അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ നിന്നും, തൻ്റെ ജോലി നിർവഹിക്കുന്നതിൽ നിന്നും, അതേപോലെയുള്ള അമാനത്തുകൾ നിറവേറ്റുന്നതിൽ നിന്നുമൊക്കെ വിട്ടുനിൽക്കുന്ന ആളുകളാണ്. അതിന് ന്യായം ചോദിച്ചാൽ അവർ വളരെ ലളിതമായി മറുപടി പറയുന്നു, എനിക്ക് മടിയായി, ഇന്നി കസ്ലാൻ, ഞാൻ മടിയനാണ്, അല്ലെങ്കിൽ എനിക്ക് മടിയായി, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് എന്നത് ഒരു ന്യായമായ ഉദറായിട്ടാണ് പലരും കരുതുന്നത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻ, അദ്ദേഹത്തിന് വെറുപ്പായിരുന്നു ഞാൻ മടിയനാണ് അല്ലെങ്കിൽ എനിക്ക് മടിയായി എന്ന് പറയുന്നവരോട് അദ്ദേഹത്തിന് വെറുപ്പായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇന്നി ല അക്റഹു അൻ അറ റജുല ഫാരിഗൻ മുബഹ്ലലൻ ലാ ഫി അമലി ദുനിയ വലാ ഫി അമലിൽ ആഖിറ. ഒരു വ്യക്തിയെ കാണുന്നത് ഞാൻ വെറുക്കുന്നു, അയാൾ ദീനിൻ്റെ കാര്യത്തിലുമല്ല, അതേപോലെ തന്നെ ദുനിയാവിൻ്റെ കാര്യത്തിലുമില്ല, രണ്ടിലുമല്ല അയാളുടെ പ്രവർത്തനം. ദുനിയാവിന് ഉപകാരപ്പെടുന്നതിലുമല്ല, ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന പ്രവൃത്തിയുമില്ല. രണ്ടുമില്ലാതെ ഉറങ്ങിയും സമയം കളഞ്ഞും അനാവശ്യ കാര്യങ്ങളിൽ തൻ്റെ ആയുസ്സിന് ഉപയോഗപ്പെടുത്തിയും ജീവിക്കുന്ന ആളുകളെ എനിക്ക് വെറുപ്പാണ് എന്നാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുള്ളത്. ചില ആളുകൾ പള്ളിയിലിരുന്ന് ആ പുറത്തേക്ക് പോവാതെ പള്ളിയിലിരിക്കുന്നത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ്, ജോലിക്ക് പോകുന്നില്ലേ? അവർ പറഞ്ഞു, നഹ്നു മുതവക്കിലൂൻ, ഞങ്ങൾ അള്ളാഹുവിൽ തവക്കലാക്കിയവരാണ്, അതുകൊണ്ട് റിസ്ക് അള്ളാഹു നൽകിക്കോളും, അതുകൊണ്ട് ജോലിക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യഖൂദു അഹദുക്കും അനിർ റിസ്ഖി ഫയഖൂലു അല്ലാഹുമ്മ ർസുഖ്നി ഫഇന്നഹു ഖദ് അലിമ അന്ന അസ്സമാഅ ലാ തുംതിറു ദഹബൻ വലാ ഫിദ്ദ. അദ്ദേഹം പറയുകയാണ്, നിങ്ങളൊരാളും തന്നെ ജോലിക്ക് പോവാതെ മടിയന്മാരായി ദുആയിൽ മാത്രം പരിമിതപ്പെടുത്തരുത്. കാരണം നിങ്ങൾക്കറിയാം, ആകാശം സ്വർണമോ വെള്ളിയോ മഴയായി പെയ്യിപ്പിക്കുന്നില്ല, സ്വർണവും വെള്ളിയും മഴയായി പെയ്യുകയില്ല, കറൻസി മഴയായി പെയ്യുകയില്ല. അധ്വാനിച്ചാലേ കറൻസി ഉണ്ടാകൂ, അധ്വാനിച്ചാലേ സ്വർണമുണ്ടാകൂ, അധ്വാനിച്ചാലേ വെള്ളി ഉണ്ടാകൂ, അധ്വാനിച്ചാലേ ഉപജീവനം നടക്കുള്ളൂ. അതുകൊണ്ട് പ്രവർത്തിക്കൂ, ചടഞ്ഞിരിക്കാതെ ഭൂമിയിലേക്ക് ഇറങ്ങൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അതല്ലേ, ഫൈദാ ഖുദിയത്തിസ് സ്വലാഹ് ഫൻതശിറൂ ഫിൽ അർദ് വബ്തഗൂ മിൻ ഫളിലില്ലാഹ്. നമസ്കാരം കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് വ്യാപിക്കണം, അള്ളാഹുവിൻ്റെ ഫളിൽ നിന്ന് അന്വേഷിക്കുകയും തേടുകയും ചെയ്യണം. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖി. ഭൂമിയെ അള്ളാഹു നിങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഭൂമിയിലൂടെ സഞ്ചരിക്കൂ. വീട്ടിൽ ചടഞ്ഞുകൂടി ഇരിക്കാതെ സഞ്ചരിക്കുകയും അള്ളാഹു നിങ്ങൾക്ക് സംവിധാനിച്ച ഉപജീവനത്തിൽ നിന്ന് തേടുകയും ചെയ്യണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. നീ ഏതൊരു കാര്യത്തിൽ നിന്ന് വിരമിച്ചാലും തൊട്ടുടനെ അടുത്ത കാര്യത്തിലേക്ക് പ്രവേശിക്കണം എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറഞ്ഞു, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇബാദത്ത് കഴിഞ്ഞാൽ മറ്റൊരു ഇബാദത്ത്, അതല്ലെങ്കിൽ ഇബാദത്ത് അത് കഴിഞ്ഞ് ദുനിയാവിൻ്റെ കാര്യം ചെയ്തുകൊണ്ടിരിക്കെ ഇബാദത്തിൻ്റെ സന്ദർഭം വരുമ്പോൾ ഇബാദത്ത്, അങ്ങനെ പരലോകത്തേക്ക് വേണ്ടിയുള്ളതും ഈ ദുനിയാവിന് വേണ്ടിയുള്ളതുമായ കാര്യങ്ങളിൽ നിരന്തരമായി നിങ്ങൾ മുഴുകുകയും നിങ്ങളുടെ റബ്ബിനോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം. അങ്ങനെ പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് വേണ്ടത്, മടിയന്മാരായി ഇരിക്കുകയല്ല വേണ്ടത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ കാര്യം ഞാനും നിങ്ങളും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മടി നമുക്ക് പാടില്ലാത്തതാണ്.
പ്രത്യേകിച്ചും ആരാധനകളുടെ വിഷയത്തിൽ അലസതയോ മടിയോ പാടില്ല. അത് വലിയ അപകടം വിളിച്ചു വരുത്തും. മാത്രമല്ല അത് കപടവിശ്വാസികളുടെ സ്വഭാവവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഇദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല യുറാഊന അന്നാസ് വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. അവർ നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ പോലും മടിയന്മാരായിട്ടാണ് നിൽക്കുന്നത്. മനസാന്നിധ്യമില്ല. ജനങ്ങളെ കാണിക്കുക എന്നൊരു ലക്ഷ്യമേ അവർക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അലസതയാണ് അവരുടെ മുഖമുദ്ര, മടിയാണ് അവരുടെ മുഖമുദ്ര എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് ആരാധനകളുടെ വിഷയത്തിൽ ഒരിക്കലും മടിയുണ്ടാകാൻ പാടില്ല. എന്ന് മാത്രമല്ല, മനുഷ്യൻ്റെ ഒരു ജീവിതത്തിലെ നശാത്ത്, അവൻ്റെ ഉന്മേഷം അവൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ്, നിങ്ങളിൽ ഒരാൾ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ പിശാച് അവരുടെ പിരടിയിൽ 3 കെട്ടുകൾ കെട്ടുന്നുണ്ട്. രാവിലെ അവൻ എഴുന്നേറ്റ് അള്ളാഹുവിനെ ഓർത്താൽ അതിൽ നിന്ന് ഒരു കെട്ട് കഴിഞ്ഞു പോകും. വുളു എടുത്താൽ 2ാമത്തെ കെട്ട് കഴിഞ്ഞു പോകും. നമസ്കരിച്ചാൽ 3ാമത്തതും അഴിഞ്ഞു പോകും. അങ്ങനെ ആ ദിവസം ആ വ്യക്തി അസ്ബഹ നശീതൻ ത്വയ്യിബൻ നഫ്സ്, അന്ന് ഉന്മേഷവാനായിരിക്കും. ത്വയ്യിബുൻ നഫ്സ്, നല്ലൊരു നഫ്സ് ഉണ്ടാകും. ഏത് കാര്യം ചെയ്യാനും ഒരു മടിയുമില്ലാത്തൊരവസ്ഥയായിരിക്കും. വഇല്ല, എന്നാൽ ആരാണോ ഫജ്ർ നമസ്കാരം നഷ്ടപ്പെടുത്തുന്നത്, അസ്ബഹ ഖബീസൻ നഫ്സി കസ്ലാൻ, അവൻ അന്നേ ദിവസം മടിയനായിരിക്കും. അവൻ്റെ നഫ്സ് ഖബീസായിരിക്കും. മോശമായ ഖബീസായ ഒരു നഫ്സും അലസതയും മടിയും അവനെ പിടികൂടും. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും ആരാധനകൾ കൊണ്ട് തുടങ്ങിക്കൊണ്ടുമുള്ള ഒരു ദിവസമാണ് ഉന്മേഷത്തിൻ്റെ ദിവസം. അലസതയും മടിയുമില്ലാതെയാക്കുവാൻ അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ കൃത്യമായി ചെയ്യണമെന്ന പോയിൻ്റ് കൂടി ആ ഹദീസിലുണ്ട്. അതുകൊണ്ട് തന്നെ ആരാധനകളുടെ കാര്യത്തിൽ ഒരിക്കലും അലസതയും മടിയും കാണിക്കാൻ പാടില്ല. തുടർന്ന് ജീവിതത്തിലുടനീളം നമുക്ക് ഉപകാരപ്പെടുന്ന എല്ലാ കാര്യത്തിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മടി നമ്മുടെ വിജയത്തിന് തടസ്സമാകും. മനുഷ്യർക്ക് എന്തെല്ലാം കഴിവുകൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. ഒരുപാട് സമയം നൽകിയിട്ടുണ്ട്. സമയവുമുണ്ട്, കഴിവുകളുമുണ്ട്. പക്ഷെ അത് പുറത്തെടുക്കാൻ കഴിയുന്നില്ല. എല്ലാവരും മടിയന്മാരായിരിക്കുന്നു. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ വർദ്ധിക്കുകയും എല്ലാവരുടെ കൈകളിലും മൊബൈൽ എത്തുകയും ചെയ്തതോടുകൂടി എല്ലാവരും ഈ ഒരു മൊബൈൽ ഫോണിനകത്താണ്. ചെയ്യാൻ പറ്റുന്ന ധാരാളം കാര്യങ്ങളുണ്ട് അവർക്ക്. പക്ഷെ അതൊന്നും ചെയ്യാൻ അവർക്ക് യാതൊരു താല്പര്യവുമില്ല. പിശാച് അവൻ്റെ കെണിയിൽ മനുഷ്യനെ ബന്ധനസ്ഥനാക്കിയിരിക്കുന്നു. ആ ബന്ധനത്തിൽ നിന്ന് മോചിതനാകാൻ അള്ളാഹുവിൻ്റെ തൗഫീഖുള്ള ആളുകൾക്കല്ലാതെ സാധ്യമല്ല. പ്രാർത്ഥിക്കൂ, പ്രവർത്തിക്കൂ. പിശാചിൻ്റെ കെണിയെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയും ബോധവും നമുക്ക് ഉണ്ടാകണം. അതേപോലെ തന്നെ നമ്മുടെ മടി കാരണം നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ടുന്ന ഒരുപാട് നേട്ടങ്ങൾ അവർക്ക് നഷ്ടമായിട്ടുണ്ട്. അലസതയുള്ള മടിയുള്ള ഒരു ഉപ്പ മക്കൾക്ക് ഫിത്നയാണ്. അലസതയും മടിയുമുള്ള ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് ഫിത്നയാണ്. അലസതയും മടിയുമുള്ള ഒരു ഭാര്യ ഭർത്താവിന് ഫിത്നയാണ്. അലസതയും മടിയുമുള്ള ഒരു ഹാക്കിം നാട്ടുകാർക്ക് ഫിത്നയാണ്. അലസതയും മടിയുമുള്ള ഒരു ഉദ്യോഗസ്ഥൻ അവിടെ വരുന്ന ആളുകൾക്ക് ഫിത്നയാണ്. ഈ അലസത മടി എന്ന് പറയുന്നത് സമൂഹത്തെ മുച്ചൂടം നശിപ്പിക്കാൻ മാത്രം ഗൗരവമുള്ളൊരു വിഷയമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇഹ്രിസ് അലാ മാ യൻഫഉക് വസ്തഇൻ ബില്ലാഹി വലാ തഅജിസ്. വളരെ ശ്രദ്ധേയമായ ഉപദേശമാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായ മുഴുവൻ കാര്യങ്ങളിലും താല്പര്യപൂർവ്വം മുന്നിട്ടിറങ്ങണം. താല്പര്യപൂർവ്വം. ഇഹ്രിസ് എന്ന് പറഞ്ഞാൽ താല്പര്യത്തോടു കൂടി മുന്നോട്ട് വരിക, അലസത കാണിക്കരുത്. അതേ സന്ദർഭത്തിൽ റബ്ബിൻ്റെ തൗഫീഖില്ലാതെ ഒന്നും പൂർത്തിയാക്കാൻ കഴിയില്ല. വസ്തഇൻ ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായം തേടുകയും പ്രാർത്ഥിക്കുകയും വേണം. വലാ തഅജിസ്, ഒരിക്കലും തോറ്റുപോകരുത്. നിങ്ങളുടെ ഒരു പരിശ്രമം ഒരിക്കൽ പരാജയപ്പെട്ടേക്കാം. പരാജയപ്പെട്ടു എന്നതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ മുഴുവൻ തോൽവിയാണ് എന്ന് കരുതരുത്. വീണ്ടും വീണ്ടും പരിശ്രമിക്കണം. അതാണ് റസൂലുള്ള പറയുന്നത്, വലാ തഅജിസ്, തോറ്റുകൊടുക്കരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഹലാലാണെങ്കിൽ തോറ്റുകൊടുക്കാതെ പരിശ്രമിക്കൂ. റബ്ബിൽ തവക്കുലാക്കൂ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ, വിജയിക്കാൻ സാധിക്കും. ഈ ഒരു വിഷയത്തെ നാം നമ്മുടെ ജീവിതത്തിൻ്റെ ആദർശമായി സ്വീകരിക്കുകയും അലസതയും മടിയും ഒഴിവാക്കി താല്പര്യപൂർവ്വം ഇഹത്തിലും പരത്തിലും ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات
الذين انتقلوا إليك. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضاه. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.